പ്രൈസ് ദ ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ പടി തളർക്കും, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുവിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. അഹരോൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കെതിരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ യഹോവയായ ദൈവം പരീക്ഷിച്ച വിധമാണ് ഇവിടെ കാണപ്പെടുന്നത്. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പദവി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ തെളിവും കൂടെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്തത്, ഗോത്ര പ്രഭുക്കന്മാരോട് ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേൽ അഹരോൻ്റെ പേർ എഴുതണം. ഇത് എവിടെ വെക്കണമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ദൈവം പറഞ്ഞാൽ അതിനു മാറ്റമില്ല. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുകയാണ്. ഒന്ന്, ദൈവപ്രവൃത്തിക്ക് വിരോധമായിട്ടുള്ളതൊക്കെയും നിർത്തലാക്കുവാനും മറ്റൊന്ന് ഒരടയാളമായി മാറ്റേണ്ടതിനുമാണ്. ദൈവം നമ്മെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നാം പോയി ഫലം കായ്ക്കുന്നതിനും. നാം പോയി ഫലം കായ്ക്കേണ്ടതിനും നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിനുമാണ്. ദൈവം തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും തളർക്കും. ദൈവം മോശയോട് പറഞ്ഞതുപോലെ എല്ലാ വടികളും ദൈവസന്നിധിയിൽ കൊണ്ടുവച്ച് അവിടെ ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ്. ദൈവത്തിലെ നാം ദൈവസന്നിധിയിൽ വീട്ടിലോ ഒറ്റയ്ക്ക് മുറിക്കുള്ളിലോ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്ത് ഇരുന്നാൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇവിടെ ഉണങ്ങിയ 12 വടി മണ്ണിൻ്റെയോ വെള്ളത്തിൻ്റെയോ യാതൊരു സാന്നിധ്യവും ഇല്ലാതെ തന്നെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നതായ ദൈവസാന്നിധ്യത്താൽ ഇറങ്ങി വരുന്ന ആ ദൈവകൃപയാൽ അഹരോൻ്റെ വടി, ഉണങ്ങിയ വടി, നിർജ്ജീവമായിരിക്കുന്ന വടി, ജീവൻ വെച്ച് അത് പതുക്കെ തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഒരു രാത്രി കൊണ്ട് സാന്നിധ്യത്താൽ ദൈവം തിരഞ്ഞെടുത്ത അഹരോൻ്റെ വടി തളർത്തു. ദൈവത്തിലെ ഉണങ്ങിപ്പോയ, നിർജ്ജീവമായി പോയ, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത നമ്മുടെ ഓരോ വിഷയങ്ങൾ എന്തുമാകട്ടെ, ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നയിടത്ത് ദൈവപാദപീഠത്തിങ്കൽ വെച്ചാൽ അതിനെ ജീവിപ്പിക്കുവാൻ, ഫലവത്താക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. യബേസ് ഒരിക്കൽ പ്രാർത്ഥിച്ചത്, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കണമേ എന്ന് യബേസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അതുപോലെ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മാത്രം മതി. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മെ നന്മയ്ക്കായി ഒരടയാളമായി വയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ വിഷയത്തെ, നിർജ്ജീവമായിരിക്കുന്ന വിഷയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. അതിനെ ജീവിപ്പിക്കുവാൻ, പൂത്ത് ഫലം കായ്ക്കുവാൻ, ഫലവത്താക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.